പക്ഷേ ഇതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ പ്രസന്റേഷനെ തള്ളിക്കളഞ്ഞത്. വി.ആർ. അനൂപ് കോൺഗ്രസ് പ്രതിനിധി ചേരുന്നുണ്ട്, ഒപ്പം രാഹുൽ ഈശ്വരുമുണ്ട്. ആദ്യം വി.ആർ. അനൂപിലേക്കാണ് പോകുന്നത്. അനൂപ്, നമ്മൾ ഈ വാർത്താ സമ്മേളനം ഇന്ന് രാജ്യം കേട്ടതാണ്. മുഴുവൻ തെളിവുകൾ സഹിതം അദ്ദേഹം നമ്മളോട് പല കാര്യങ്ങളും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബി.ജെ.പി. പറയുന്നത് ഇതൊരു പൂത്തിരി മാത്രമാണെന്നാണ്. അതൊരു പൂത്തിരിയായിട്ട് കാണാൻ കഴിയുമോ, അതോ ഇത് എത്രത്തോളം ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തെ ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സംഭവത്തെയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ തുറന്നു കാട്ടിയിട്ടുള്ളത്? അദ്ദേഹത്തിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ഒരു പൂത്തിരി മാത്രമാണെന്ന് ബി.ജെ.പി. കരുതുന്നെങ്കിൽ അവർക്ക് തെറ്റി. രാജ്യം മുഴുവൻ കത്തിപ്പടരാൻ പോവുകയാണ്. നിങ്ങളിന്ന് പൂത്തിരി എന്ന് പറയുന്ന ഇതൊരു ആരോപണം എന്നതിലുപരിയായി രാജ്യത്തിന് മുന്നിൽ രാജീവ് ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചതിലെ യാഥാർത്ഥ്യങ്ങളാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ? ഇവിടെ സംഘടിതമായി വ്യാജ വോട്ട് ചേർക്കാനുള്ള പരിശ്രമം. ഇപ്പോൾ വോട്ട് വെട്ടിച്ചുരുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ആരുടെ വോട്ടാണ് വെട്ടിച്ചുരുക്കുന്നത്? ബി.ജെ.പിക്ക് സാധാരണഗതിയിൽ വോട്ട് ചെയ്യില്ല എന്ന് കരുതുന്ന ജനവിഭാഗങ്ങളെ ആസൂത്രിതമായി വൻതോതിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ചേർക്കാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നെന്ന് പറയുമ്പോൾ അത് ഈ പൗരത്വവുമായൊക്കെ ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ രാജ്യത്തിൻ്റെ പൗരത്വത്തിൽ നിന്ന് മാറ്റാനുള്ള പരിശ്രമത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗമായി ഇതിനെ കാണേണ്ടി വരും. ഇത് ബി.ജെ.പിയെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച് അവരുടെ പ്രഖ്യാപിതമായ നയമാണ്. രാഷ്ട്ര ശരീരത്തിൽ നിന്ന് ന്യൂനപക്ഷങ്ങളെ, ദളിതുകളെ, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെ മാറ്റുക എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് ഭരണഘടനാ സ്ഥാപനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്ത് നടപ്പിലാക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടിട്ട് എത്ര നാളുകളായി? ഈ രാജ്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു വാച്ച് ഡോഗും വിസിൽ ഡോഗുമായിരുന്ന ഒരു സംവിധാനം ഇവിടെ ബി.ജെ.പിയുടെ ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിശയോക്തി ഇല്ലല്ലോ. ഇവിടെ ബി.ജെ.പി. അല്ലേ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എപ്പോൾ വരണം, തെരഞ്ഞെടുപ്പുകൾ എപ്പോൾ പ്രഖ്യാപിക്കണം, ഏത് സംസ്ഥാനത്ത് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് നടക്കണം എന്നൊക്കെ ബി.ജെ.പി. ഓഫീസിൽ നിന്നുള്ള കുറിപ്പടിക്കനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന തരത്തിലേക്ക് ആയിട്ട് എത്ര നാളുകളായി? ഇവിടെ വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിക്കാത്ത, സാധാരണഗതിയിൽ ലഭിക്കാത്ത വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ബി.ജെ.പിക്ക് കിട്ടുന്നു. അതിനുള്ള മുന്നൊരുക്കങ്ങൾ ബി.ജെ.പിക്ക് ചെയ്യാൻ കഴിയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത, അതിൻ്റെ സ്വതന്ത്ര സ്വഭാവം ചോദ്യം ചെയ്യപ്പെട്ടിട്ട് കാലങ്ങളായി. രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ പറയുന്ന ഈ രാജ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റിനെ എങ്ങനെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പുതിയ അംഗങ്ങളെ കൂട്ടിച്ചേർക്കുന്നു എന്നാണെങ്കിൽ അതിലും അതിഗുരുതരമായ ആരോപണം. പ്രത്യേകിച്ചും അതിനകത്ത് നേരത്തെ പറഞ്ഞ ദളിതുകൾ, പിന്നോക്കക്കാർ, ന്യൂനപക്ഷങ്ങൾ എന്നിവയെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മാത്രമല്ലെന്നേ, പൗരത്വ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ മുന്നോട്ട് വെച്ച അജണ്ട, സംഘപരിവാർ ആശയം വേറൊരു തലത്തിൽ നടപ്പിലാക്കുന്നു എന്നതിന്റെ ഗൗരവത്തിൽ കൂടി വേണം നമ്മൾ. സംഘപരിവാർ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്.